മൊൺകാട ബാരക്കുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിന്റെ 71ാം വാർഷികവും ഫിഡൽ കാസ്ട്രോ ഇന്ത്യ സന്ദർശിച്ചതിന്റെ 65ാം വാർഷികവും ആചരിച്ചു. ക്യൂബ ഐക്യദാർഢ്യ ദേശീയ സമിതിയും വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയനും ചേർന്ന് നടത്തിയ പരിപാടിയിൽ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പങ്കെടുത്തു. ക്യൂബൻ വിപ്ലവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഫിദൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ വിപ്ലവകാരികൾ മൊൺകാട ബാരക്കുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിന്റെ 71ാം വാർഷികം ആചരിക്കുകയാണ്. ഇന്ത്യയിലെ ക്യൂബ ഐക്യദാർഢ്യ ദേശീയ സമിതിയും വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയനും ചേർന്ന് നടത്തിയ പരിപാടിയിൽ ക്യൂബൻ വിപ്ലവത്തെക്കുറിച്ചും മൊൺകാട ബാരക്കുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തെക്കുറിച്ചുമുള്ള ഓർമ്മകൾ പങ്കുവച്ചു. ഭീകരതയെ സ്പോൺസർ ചെയ്യുന്ന രാഷ്ട്രങ്ങളുടെ US പട്ടികയിൽ നിന്ന് ക്യൂബയെ നീക്കം ചെയ്യുക എന്ന മുദ്രാവാക്യവും ഉയർത്തി. ക്യൂബയ്ക്ക് നൽകുന്ന പിന്തുണ തുടരുമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചടങ്ങിൽ പറഞ്ഞു. We assure all of you and that we'll do our best to strengthen the solidarity with Cuba, not only for Cuba but for the world over, for every individual human being who respects and stands for their liberty and dignity. CPI, CPIML, AIFB എന്നിവയുടെ ജനറൽ സെക്രട്ടറിമാരും ക്യൂബൻ അംബാസഡർ ഏബൽ അബെലയും ചടങ്ങിൽ പങ്കെടുത്തു. 1953 ജൂലൈ 26-നാണ് വിപ്ലവകാരികൾ സാന്റിയാഗോ ഡി ക്യൂബയിലെ മൊൺകാട ബാരക്ക് ആക്രമിച്ചത്. അതേ ദിവസം കാസ്ട്രോയുടെ നിർദ്ദേശപ്രകാരം മറ്റൊരു സംഘം ബയോമയിലെ കാർലോസ് മാനുവൽ ഡി സെസ്പെഡസ് ബാരക്കും ആക്രമിച്ചു. ആക്രമണം പരാജയപ്പെട്ടെങ്കിലും പിന്നീട് 1959 ജനുവരി 1-ന് ബാറ്റിസ്റ്റ സർക്കാരിനെ അട്ടിമറിച്ച് വിജയം കണ്ട ക്യൂബൻ വിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു അത്. കൈരളി ന്യൂസ്, ദില്ലി.